Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത മോണോക്രോം ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ M1120 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ എപ്സൺ M1120 എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അതായത് എപ്സൺ M1120 പ്രിൻ്റർ ഡ്രൈവർ എന്നോ അല്ലെങ്കിൽ എപ്സൺ M1120 ഡ്രൈവർ എന്നോ ടൈപ്പ് ചെയ്താണ്ട് എൻ്റർ അടിക്കുക അല്ലെങ്കിൽ സെർച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ എപ്സൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്സൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ഓക്കെ, കണ്ടില്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രിൻ്ററിൻ്റെ മോഡലിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. എപ്സൺ M1120 എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് താഴോട്ടൊന്ന് പോരുക. താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷൻ സിസ്റ്റം ഏതാണെന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വെർഷൻ ഏതെങ്കിലും ഒന്ന് ഡിഫറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് എററായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ സപ്പോസ് ഞാനെൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10 64 ബിറ്റ് എന്നാണ്. അത് ഓട്ടോമാറ്റിക് അവിടെ നമുക്ക് ഡിറ്റക്റ്റഡ് എന്നുള്ള കൂടി സെലക്റ്റഡ് ആയി കിടക്കുന്നത് കാണാൻ കഴിയും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ വേണ്ടത് അത്, അല്ലെങ്കിൽ നമുക്ക് ഏത് ഏത് വിൻഡോസിനുള്ള ഫയലാണ് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെത് വിൻഡോസ് 10 64 ബിറ്റാണ്. അതുകൊണ്ടാണ് അവിടെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലോഡിങ് ആവാൻ വേണ്ടിയിട്ടാണ് താഴോട്ട് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചുവടെ വേറൊരു ഓപ്ഷനും പാടെ ഓപ്പണായി വരും. കണ്ടില്ലേ? അവിടെ നമ്മൾ M1120 വിൻഡോസ് 64 ബിറ്റ് പ്രിൻ്റർ ഡ്രൈവ് എന്ന് കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ നമുക്ക് ജസ്റ്റ് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്നുള്ളതാണ്. അതൊന്ന് അക്സെപ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അക്സെപ്റ്റ് എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ ആ ഫയൽ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ, ഇൻസ്റ്റാൾ ആയുള്ള ഫയലാണ് സേവ് ഫയൽ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒരു സേവ് ഫയൽ എന്ന് കൊടുക്കുക. ചില സിസ്റ്റത്തിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ആവും, ഡൗൺലോഡ് ആവും. ഓക്കെ, അപ്പോൾ അവിടെ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഈ സമയത്തൊന്നും പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ കണക്റ്റഡ് ആയിരിക്കരുത്. കണക്ട് ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റായിട്ട് USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് അൺസിപ്പ് ആയിക്കൊണ്ട് ഇൻസ്റ്റാളേഷൻ ഫയലാണ് ഈ ഓപ്പണായി വന്നത്. അപ്പോൾ ഓക്കെ എന്ന് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഓപ്ഷനിൽ ഈ എഗ്രി എന്നുള്ള ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ചോദിക്കും കണക്ഷൻ മെത്തേഡാണ് ഈ ചോദിക്കുന്നത്. ഇത് നെറ്റ്വർക്ക് പ്രിൻ്ററാണ്, നെറ്റ്വർക്ക് സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് നെറ്റ്വർക്കിലാണോ ചെയ്യേണ്ടത് അതോ നമുക്ക് USB കണക്ഷൻ മാത്രം മതിയോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് USB കണക്ഷൻ മാത്രം മതി. ഈ സമയത്ത് നമുക്കാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് തമ്മിൽ പ്രിൻ്ററും തമ്മിൽ USB കേബിൾ കണക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഈ USB കണക്ഷൻ എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ USB കേബിൾ കണക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ USB കേബിൾ കണക്ട് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻ്റർ ഡ്രൈവർ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്നുള്ള ഈ മെസ്സേജ് കാണിക്കും. ഓക്കെ, എന്നിട്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്തത് കറക്റ്റാണോ അല്ലേ എന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഞാൻ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഓപ്പൺ ചെയ്തു. അവിടെ ഉണ്ടാവും നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. റൈറ്റ് ബട്ടൺ നിൽക്കുക മൗസിൻ്റെ. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. താഴെ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുണ്ടല്ലേ. ഞാൻ പ്രിൻ്ററിൽ ഒരു ഒരു A4 പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് കൊടുത്തു. പേപ്പർ പിക്ക് ചെയ്തു. പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിൻ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.